എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. TKM എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിറങ്ങിയ അവിടുത്തെ അഭിമാന സ്തംഭങ്ങളായിട്ടുള്ള എന്നാൽ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയിൽ ഞാൻ 2 വാക്ക് സംസാരിക്കണം, ഒരു പാട്ട് നിർദ്ദേശിക്കണം എന്നാണ് എൻ്റെ പ്രിയ സുഹൃത്ത് കൃഷ്ണകുമാർ എന്നെ ഏൽപ്പിച്ച ദൗത്യം. അതിൽ എനിക്ക് ആദ്യമേ പറയാനുള്ളത് ലൈഫ് സ്റ്റാർട്ട്സ് അറ്റ് 60 എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ പ്രമാണം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഞാൻ തുടക്കക്കാരാണ്. അതുകൊണ്ട് തന്നെ 60 വയസ്സ് കഴിഞ്ഞു എന്നുള്ളതിന് നമ്മൾ കൂടുതൽ ബലം പിടിപ്പിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. DC ബുക്സ് വളരെ പ്രസിദ്ധമാണ്. അതിൻ്റെ സ്ഥാപകനായ DC കരിക്കേമറുമായിട്ട് ഇടപെടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞൊരു വാക്കിരിക്കുന്നു, അദ്ദേഹം ഈ DC ബുക്സ് എന്ന കോൺസെപ്റ്റ് മനസ്സിൽ അദ്ദേഹത്തിന് കയറുന്നതും അതിനെ വളർത്തിയെടുക്കാൻ തീരുമാനിക്കുന്നത് 60 വയസ്സിന് ശേഷമാണ്. അതിനുശേഷമാണ് DC ബുക്സ് പഠനം പന്തലിക്കുന്നത്. അപ്പം അതൊന്നൊരു ഷോർട്ട് ടൈം അല്ല. ശരിക്കും പറഞ്ഞാൽ 60 വയസ്സെന്നൊക്കെ പറയുന്നത് തുടക്കമാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന തുടക്കക്കാരായിട്ടുള്ള കുറേ ഉത്സുകരായിട്ടുള്ള ഒരു കൂട്ടായ്മയിലാണ് ഞാൻ സംസാരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സംസാരിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും ആവശ്യം. ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും ഓർത്തു പോകുന്നത്. അങ്ങനെ ഓർത്തു പോകുമ്പോഴാണ് കൃഷ്ണകുമാർ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിൻ്റെ മനസ്സിൽ വരുന്നത്. ഞങ്ങൾ ഒരേ സമയത്ത് അദ്ദേഹം TKMൽ പഠിക്കുമ്പോൾ ഞാൻ ഫാറ്റിമ കോളേജിലെ പ്രീ വിദ്യാർത്ഥിയാണ്. കൃഷ്ണകുമാറിനെ ഞാൻ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ കൃഷ്ണകുമാറിൻ്റെ കുടുംബമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. കുടുംബം എന്ന് പറഞ്ഞാൽ ഞാൻ ഫാറ്റിമയിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ അധ്യാപികയായിരുന്നു സബീത ടീച്ചർ. സബീത ടീച്ചർ എന്നത് കൃഷ്ണകുമാറിൻ്റെ പെങ്ങളാണ്, ചേച്ചിയാണ്. അപ്പോൾ കൃഷ്ണകുമാറൊക്കെ ഞാൻ സിനിമയിൽ വന്ന ശേഷം സിനിമയിൽ എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കണ്ടതിന് ശേഷം ആണ് നമ്മളെ വിലയിരുത്തിയിട്ടുള്ളത്. പക്ഷേ അതിനെല്ലാം മുമ്പ് ഫാത്തിമ കോളേജിൽ ഒറ്റ കൊണ്ടുകൊടുത്ത് കടന്ന ബാലേന്ദ്ര മേനോനെ അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ട് സ്നേഹം നിറഞ്ഞ കടാക്ഷങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ചിട്ടുള്ള ഒരു അധ്യാപികയാണ് സബീത ടീച്ചർ. എനിക്കിന്നും അറിയാം, വാത്സല്യം കലർന്ന ഒരു മുഖത്തോടുള്ള ടീച്ചറെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായം ഷെയർ പലപ്പോഴും ഇതിനൊക്കെ ശേഷം പലയിടത്തും വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ടും അല്ലാതെ. ടീച്ചറുടെ മകൾ ലേഹ കെ നായർ ഞങ്ങളുടെ റോസസ് ഫാമിലി ക്ലബ്ബിൽ കുറേ ഉണ്ടായിരുന്നതാണ്, പരിചയമുണ്ട്. പിന്നെ സബീത ടീച്ചറിൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയ ശ്രീകൃഷ്ണൻ നായർ സാർ, അദ്ദേഹം എൻ്റെ ഉത്രാട രാത്രി എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് സെറ്റിൽ അദ്ദേഹം വന്നിരുന്നു എന്നുള്ളത് ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. അദ്ദേഹം ഉണ്ടായിരുന്ന ലേഖകനായിരുന്ന സംശയം. അപ്പോൾ അതുകൊണ്ട് കുടുംബപരമായൊരു ബന്ധമാണ്. പിന്നെ കൃഷ്ണകുമാർ എന്താ പറയുക, മാധ്യമപ്രവർത്തകനായിട്ട് വന്നു. മാധ്യമപ്രവർത്തകരിൽ അദ്ദേഹം വേറിട്ട് നിന്ന് അദ്ദേഹത്തിൻ്റെ സംഗീതത്തോടുള്ള അഭിനിവേശവും എല്ലാം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഒരു നല്ല ഒരാസ്വാദകൻ, ഒരു സംഗീത നിരൂപകൻ എന്ന രീതിയിലുമൊക്കെ അദ്ദേഹം എല്ലാവർക്കും പ്രിയപ്പെട്ടതായി. അദ്ദേഹത്തിൻ്റെ തന്നെ സിംഫണി എന്നുള്ള ആ ഒരു പ്രോഗ്രാം എല്ലാവരുമായിട്ട് ബന്ധമുണ്ടാക്കുന്നതിന് പുള്ളി ആ സിംഫണി സൂക്ഷിക്കാറുണ്ട്. ആ സിംഫണി സൂക്ഷിച്ചതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഈ കൂട്ടായ്മയിൽ എൻ്റെ വാക്ക് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒഴിഞ്ഞു പറയാൻ സാധിക്കാതെ പോയി, സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ സിംഫണിയിലും അദ്ദേഹത്തിൻ്റെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം കൊണ്ടൊരു കുടുംബ കൂട്ടായ്മയുടെ സുഖത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കൂട്ടായ്മ എപ്പോഴും ഞാൻ ഈ കൂട്ടായ്മയുടെ ഒരാളായതുകൊണ്ടാണ് ഞാൻ റോസസ് ദ ഫാമിലി ക്ലബ്ബ് എന്നൊരു കുടുംബ കൂട്ടായ്മ തുടങ്ങിയിട്ട് 30 വർഷമായി, 30 years. ഇറ്റ് ഈസ് ഗോയിങ് വെരി ഗുഡ്. അതിൽ ആദ്യകാല മെമ്പർമാരിലൊരാളാണ് കൃഷ്ണകുമാർ, അറിയാം അദ്ദേഹത്തിന്. അതിന്ന് കേരളത്തിൽ തന്നെ ഞാൻ തിരുവനന്തപുരത്ത് തുടങ്ങിയാണ്. അത് കഴിഞ്ഞ് കൊല്ലത്തായി, എറണാകുളത്തായി, വടക്കാഞ്ചേരി, അമ്പലപ്പുഴയിലായി. ഞങ്ങൾ കോഴിക്കോടും തൃശ്ശൂരും തുടങ്ങാൻ പ്ലാൻ എടുത്ത സമയത്താണ് കോവിഡ് വന്നത്. എനിവേ നടക്കട്ടെ. അപ്പോൾ ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധമായിട്ടുള്ള കൂട്ടായ്മയില്ലാതെ യൂണിറ്റി സ്ട്രെങ്ത് എന്ന് പറയുന്നത്, കൂട്ടായ്മയില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കൂട്ടായ്മയിൽ ഒരു ശബ്ദം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരാളാണ് യഥാർത്ഥ നേതാവെന്ന് ഞാൻ കരുതുന്നത്. വിഭിന്നമായ സ്വരങ്ങളെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു സിംഫണി, അത് ഒറ്റ ശബ്ദമായിട്ട് പുറത്തു വരണം. അതാണ് ഒരു നേതൃത്വ പാഠവം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് യോജിക്കാം, വിയോജിക്കാം. അപ്പോൾ ഈ കൂട്ടായ്മയിൽ ഒരു പാട്ട് സജസ്റ്റ് ചെയ്യണമെന്ന് കൃഷ്ണകുമാർ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാട്ട് ഭ്രാന്തനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ പാട്ട് ഭ്രാന്തൻ എന്ന പേര് വല്ലപ്പോഴൊക്കെ എനിക്ക് പാടണം തോന്നുമ്പോൾ ഞാൻ പാടാറുണ്ട്. ഞാൻ പറയാനുള്ള കാര്യം, ഞാൻ പാടാനായിട്ട് ഉദ്യമിച്ചിറങ്ങി കഴിഞ്ഞാൽ നന്നായി പാടുന്ന എല്ലാ ആൾക്കാരെയും ഞാൻ മറക്കുമെന്ന് പറയും. അവരെ ഓർത്തുകൊണ്ടിരുന്നാൽ പാടാൻ പറ്റുകയില്ല. അതുകൊണ്ട് പക്ഷേ അങ്ങനെ പാടുമ്പോഴും നമ്മുടെ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചാൽ അതാണ് നമ്മുടെ വിജയമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള പാട്ട് അങ്ങനെ ഒരുപാട് പാട്ടുകൾ പറയാറ്. പക്ഷേ എനിക്ക് കൃഷ്ണകുമാറിനോടൊപ്പം ഞാൻ സിംഫണി പാടിയൊരു പാട്ടുണ്ട്. അവൾ ചിരിച്ചാൽ മുത്തു ചിതറും. ആ പാട്ടാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ മുത്തു ചിതറ ആസ്വദിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഫാത്തിമ കോളേജിൽ ബാലേന്ദ്ര മേനോൻ എന്നും പറഞ്ഞൊരു പാട്ടുകാരനും മിമിക്രിയും പ്രസംഗവും എല്ലാം ചെയ്യുന്ന ഫാത്തിമ കോളേജിൽ തന്നെ ഒരു അതെ വേദിയിലൊരു നിതാന്ത ശല്യം. എൻ്റെ ജീവിതത്തിലെ കോളേജ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നും ഓർക്കുന്നത് ഐ വാസ് സോ റൊമാൻറ്റിക് വിത്ത് ഫാത്തിമ മാതാ നാഷണൽ കോളേജ്. ഞാൻ അത് ഫാത്തിമ മാതാ കോളേജിൽ നിന്ന്, അതായത് ഒരു മുസ്ലിം ഹൈസ്കൂളിൽ, ഇടവായിലെ മുസ്ലിം ഹൈസ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി, മലയാളം മീഡിയത്തിൽ പഠിച്ച വിദ്യാർത്ഥി, ഒരു ഫൈൻ മോർണിംഗിൽ ഫാത്തിമ കോളേജ് എന്ന് പറയുന്ന ആ വലിയൊരു സ്വർഗരാജ്യത്ത് അങ്ങ് പെട്ടുപോവുകയാണ്. അവിടെ നോക്കിയപ്പോൾ എല്ലാവരും ഇംഗ്ലീഷേ പറയുള്ളൂ. എനിക്ക് ഇംഗ്ലീഷ് പറയാൻ വശമില്ല. എല്ലാവരും നല്ല സുന്ദരികളായ പെൺകുട്ടികൾ, പിന്നെ അതിമനോഹരമായ ഒരു ഓഡിറ്റോറിയം. നമ്മുടെ എൻ്റെ പഠിത്ത കാര്യങ്ങളിൽ എൻ്റെ അസിസ്റ്റൻസ് ആയിട്ട് 5-6 പെൺകുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ആ കോളേജിൽ ഒരു വാർഷികം വന്നപ്പം ഇവരെ എല്ലാം സന്തോഷം ചോദിച്ചു, എന്നെ ഇപ്പം ഇന്ന് പാടുന്നുണ്ടോ? ഈ 5-6 പേരെടുത്ത് ഞാൻ ഒരു കരിങ്കാലി പ്രയോഗം നടത്തി. ഞാൻ പാടുന്നുണ്ട്, ഇന്ന് ഞാൻ പാടുന്നത് ഇറ്റ് ഈസ് അബൌട്ട് യു. അങ്ങനെ 6 പേരെടുത്ത് പറഞ്ഞു. എന്നിട്ട് ഈ പാട്ട് പാടി. ആ പാട്ട് ഇപ്പം അവരെല്ലാം കല്യാണം കഴിച്ച് അമ്മമാരായി കാണും. അവരും കേൾക്കട്ടെ, ഒരിക്കൽ കൂടി അവർക്ക് വേണ്ടി തന്നെ ആയിക്കോട്ടെ, അവർക്ക് വേണ്ടി അവരെ ഐ ആം ഗോയിങ് ടു ടേക്ക് ദം ബാക്ക് ടു ഫാത്തിമ കോളേജ് ഡേയ്സ് ത്രൂ ദിസ് സോങ്. തീർച്ചയായും. അവൾ 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 അതായത് 6 പേരിൽ 6 പേരും അല്ല 6 പേരും 6 പേരും അവരായിട്ട് സങ്കല്പിക്കുകയാണ്. അതെ, ഞാൻ ശരി പാടുന്നു. അതെ. അവൾ ചിരിച്ചാൽ മുത്തു ചിതറും, ആ മുത്തോ നക്ഷത്രമാകും, അത് കണ്ടാൽ കരളിൽ കൊണ്ടാൽ ഏതു മുള്ളും പൂമുല്ലയാകും, ആ നവമാലികകൾ വാരി അണിഞ്ഞാലാരാമമാകും. അവൾ ചിരിച്ചാൽ മുത്തു ചിതറും, ആ മുത്തോ നക്ഷത്രമാകും. ഞാനിപ്പോൾ ഇത് പറയുമ്പം അവരെ വഞ്ചിച്ചാൽ തോന്നാൻ പാടില്ല. ഇല്ല, നമുക്ക് എല്ലാവരോടും സ്നേഹം, എല്ലാവരും നല്ല കുടുംബജീവിതം, ഹാപ്പി. വാനവും ഭൂമിയും കപ്പം കൊടുക്കും വരവർണ്ണിനിയല്ലേ, അവൾ ഒരു വരവർണ്ണിനിയല്ലേ. വാർമഴവില്ലിൻ 7 നിറങ്ങൾ പകർന്നതവളല്ലേ, നിറങ്ങൾ പകർന്നതവളല്ലേ. അവൾ നടന്നാൽ ഭൂമി ധരിക്കും, ആ കുളിരിൽ ധരിക്കും, അത് കണ്ടാൽ കരളിൽ കൊണ്ടാൽ ഏതു മുള്ളും പൂമുല്ലയാകും, ആ നക്ഷത്രരത്നങ്ങൾ വാരി അണിഞ്ഞാലാരാമമാകും. അവൾ ചിരിച്ചാൽ മുത്തു ചിതറും, ആ മുത്തോ നക്ഷത്രമാകും. അവൾ നടന്നാൽ ഭൂമി തരിക്കും, ആ കുളിരിൽ